ഹലോ, ഇന്നൊരു ചെടി നടുന്ന വീഡിയോ കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു ചട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ആമ്പലൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പഴയ വീഡിയോസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത് ചില സാങ്കേതിക തകരാറ് മൂലം പൊട്ടിപ്പോയിട്ടുണ്ട്. അതിന് വെള്ളമൊക്കെ ഒലിച്ച് പോയി കുറച്ച് മീനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗപ്പിയാണ് അതിലിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ വെറുതെ ഇരുന്ന് ചളി പിടിക്കുകയാണ് മഴയത്തിരുന്നിട്ട്. അപ്പോൾ പിന്നെ അതിൽ കുറച്ച് ചെടി നടാമെന്ന് വിചാരിച്ചു. നമ്മൾ സ്ഥിരം നടാറ് 10 മണികളാണല്ലോ. അപ്പോൾ ചട്ടിയൊക്കെ വൃത്തിയാക്കി അതിൽ മണ്ണൊക്കെ നിറച്ചു. നമ്മൾ റോഡ് സൈഡിൽ നിന്നാണ് മണ്ണെടുക്കാറ്. അപ്പോൾ നല്ല ചരൽ പോലത്തെ മണ്ണ് കിട്ടും കേട്ടോ. ഒരു 2 ചട്ടിയും മണ്ണ് നിറച്ചു. അതിൽ പിന്നെ ഈ അടുക്കളയത്തെ വേസ്റ്റ് ഉണ്ടാവില്ല, മുട്ടത്തോടും സവാളേൻ്റെ വേസ്റ്റ്, അതൊക്കെ അതിൽ കൊണ്ടുപോയിട്ടു. മുട്ടത്തോടൊക്കെ ഞാൻ കുത്തി പൊട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും മണ്ണിട്ടു. അത്യാവശ്യം അത് നിറയണ പോലെ മണ്ണിട്ടുണ്ട് കേട്ടോ. ആ റൗണ്ട് കാണാമല്ലോ, അത്രയും ഞാൻ മണ്ണ് ഏകദേശം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ 10 മണി നടുന്നത്. എല്ലാ 10 മണികളിലൊന്നും അത്യാവശ്യം വളർന്ന് നിൽക്കുന്ന എല്ലാത്തിനും നമ്മൾ നട്ടിട്ടുണ്ട്. കാരണം മാക്സിമം സ്ഥലത്ത് നമുക്ക് പിടിപ്പിക്കാമല്ലോ. കാരണം എന്തായാലും ഈ സമയത്ത് മഴ ആയതുകൊണ്ട് പൂക്കളൊന്നും ഉണ്ടാവണില്ല. അപ്പോൾ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന പൊട്ടിച്ച് നടുകയാണെങ്കിൽ അവർക്ക് ഒന്നുകൂടി നന്നായിട്ട് വളരാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ എല്ലാത്തിനും പോയി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ അധികം പൂക്കളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മാക്സിമം വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത്യാവശ്യം വളർന്ന് നിൽക്കുന്ന എല്ലാത്തിനും പൊട്ടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നീളത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒന്നിലും പൂവ് അധികം ഉണ്ടാവണില്ലെങ്കിലും എപ്പോഴും ഒരു 5-6 പൂക്കളാണ് ദിവസേന ഉണ്ടാവാറുള്ളൂ. അപ്പോൾ എല്ലാത്തിനും പോയി പൊട്ടിച്ചിട്ട് പിന്നെ പൊട്ടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാത്തിനും പോയി പിച്ചി പറിച്ചെടുക്കും കേട്ടോ ഞാൻ. എന്നിട്ട് അതിൽ നട്ടു. പിന്നെ ചട്ടി കുറച്ച് നല്ല വലുതായിരുന്നു, അതുകൊണ്ട് കുറേ മണ്ണ് നിറച്ചു കേട്ടോ. ഒരു 4 ചട്ടി മണ്ണും പിന്നെ മുട്ടത്തോടും ഒക്കെ ഇട്ടിട്ടാണ് ഏകദേശം അത് നിറച്ചത് കേട്ടോ. ഇത്രയും കുറച്ച് 10 മണി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്ര വലിയ ചട്ടീൻ്റെ ആവശ്യമില്ല. അത് വെറുതെ നിൽക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളതിൽ 10 മണി വെച്ചത്. വല്ല ഈ പേരയ്ക്ക പോലത്തെയൊക്കെ നടാൻ പറ്റിയ ചട്ടിയാണ് കേട്ടോ അത്. അതിന് വേണ്ടിയിട്ടാണ് മേടിച്ചത്. പക്ഷേ അങ്ങനെ പൊട്ടിപ്പോയതുകൊണ്ട് വെറുതെ ഇരുന്നുകൊണ്ട് മാത്രം ഞാൻ 10 മണി വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ചുവട്ടിലൊക്കെ ഉള്ള 10 മണികളാണ്. ബാക്കി കുറേ സാധനങ്ങൾ അത് കൂടെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാം ഓരോന്നോരോന്നായിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അത് സ്ഥിരം ഉണ്ടാവുന്ന പൂക്കൾ തന്നെയാണ് കേട്ടോ.